morning, my dear students. Today we are going to discuss about the remaining part of the chapter measures of central tendency. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ അരിത്മെറ്റിക് മീനും അതിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ സെക്കൻഡ് പാർട്ടാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ ഇറ്റ് ഈസ് എ പൊസിഷണൽ ആവറേജ്. മീഡിയൻ മിഡിലിൽ വരുന്ന ഒരു അർത്ഥം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. The middlemost value of the distribution which divide the distribution into two equal parts. തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ അതിൻ്റെ ആ ഒബ്സർവേഷന് ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റിയതിന് ശേഷം അല്ലേ അറേഞ്ച് ദ ഡാറ്റ ഇൻ ടു അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ ദെൻ ഫൈൻഡ് ഔട്ട് ദ മിഡിൽ മോസ്റ്റ് ഐറ്റം. ദാറ്റ് മിഡിൽ മോസ്റ്റ് ഐറ്റം ഈസ് നോൺ ആസ് ദ മീഡിയൻ പോയിന്റ് ഓർ മീഡിയൻ പൊസിഷൻ. അപ്പോൾ മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഐറ്റത്തിനെ നമ്മൾ രണ്ട് ഈക്വൽ പാർട്ടുകളാക്കി മാറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയാം. whenever there are some extreme values in the data, calculation of AM is not desirable. നമുക്ക് അരിത്മെറ്റിക് മീനിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീമെറിറ്റ് ആയിരുന്നു എന്താ, അതിൽ ചില എക്സ്ട്രീം വാല്യൂ വളരെ വലിയൊരു തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂ വലിയൊരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അരിത്മെറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ അത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ നൽകണമെന്നില്ല. നമ്മുടെ ആ അതുവരെ ഉണ്ടായിട്ടുള്ള കാൽക്കുലേഷനെ തന്നെ അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഫർദർ whenever an exact value of some observations are not available, exact observations ഏതെങ്കിലും തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇൻ ബോത്ത് സിറ്റുവേഷൻ, ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഏതെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ദെൻ the median divides the data into two parts such that the number of observation less than the median are equal to the number of observation more than it. അപ്പോൾ നമ്മളൊരു മീഡിയൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിനെ ലെസ് ദാൻ ആയിട്ടും അതായത് മോർ ദാൻ ആയിട്ടും എന്തുണ്ടായിരിക്കും, ഒരു വാല്യൂസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ്. എവിടെ ദിസ് പ്രോപ്പർട്ടി മേക്ക് മീഡിയൻ വെരി യൂസ്ഫുൾ മെഷർ വെൻ ദ ഡാറ്റ is skewed like income distribution among the person. നമുക്ക് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹൗസ് ഹോൾഡിലെയും ദ മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ലൈക്ക് ദ അഡ്മിഷൻ ഓഫ് എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ്. അപ്പം നിങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അഡ്മിഷൻ നടത്തുന്നതൊക്കെ ഒരു പരിധി വരെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, മീഡിയൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് മീഡിയൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡാറ്റ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക, അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു മീഡിയൻ എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുമ്പോൾ അതിന് ലെസ് ദാനും മോർ ദാനും ആയിട്ടുള്ളതുണ്ടായിരിക്കും. നമുക്കൊരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ അല്ലേ, how can we find out the median in a graphical method? Please listen the table. You can see that when we draw the both ogives, ഏതൊക്കെ ഒജീവാണുള്ളത്, ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു ഒജീവ് ഇതാണ് ലെസ് ദാൻ ഒജീവ്. ദെൻ ഇതാണ് മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും തമ്മിൽ വരയ്ക്കുമ്പോൾ ആ രണ്ട് ഒജീവ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മീഡിയൻ ആയിട്ട് വരുന്നത്. ആ മീഡിയൻ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഇതിൻ്റെ ഡോട്ട് ലൈൻ വരച്ചിട്ട് അത് ഏതിലാണോ വരുന്നത് ആ വരുന്ന മേഖല എന്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മീഡിയൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒജീവ് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മീഡിയൻ കണ്ടെത്താം. ദെൻ അടുത്തത് നമുക്ക് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡാറ്റാസ് അറേഞ്ച്ഡ് ഇൻ ഏതൊക്കെ രീതിയിൽ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം. ദെൻ സപ്പോസ് ദ നമ്പർ ഈസ് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, ഓഡ് നമ്പറും രണ്ട് തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്. ഓഡ് നമ്പറായിട്ടോ ഈവൺ നമ്പർ, ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ n+1/2 ഐറ്റം. അതൊന്നുകൂടി ഞാൻ എഴുതാം. മീഡിയൻ ഈസ് ഇക്വൽ ടു n+1/2
2th item എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. സാധാരണ കോമൺ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപയോഗിച്ചുള്ള സ്മോൾ ലെറ്റർ ആണ്, അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ n+1/2th item. എങ്ങനെയാണ് നമുക്ക് മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസ് ഓർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു പ്രോബ്ലം നോക്കാം. സപ്പോസ് ദ നമ്പേഴ്സ് ആർ ഗിവൺ ഇൻ എ ഓഡ് നമ്പേഴ്സ് ആയിട്ട് തന്ന ഇവിടെ നോക്കാം. ദ വേജസ് ഓഫ് 7 വർക്കേഴ്സ് ആർ ഗിവൺ അല്ലേ. 7 വർക്കേഴ്സിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ 500, 550, 490, 450, 520, 400 ആൻഡ് 375. ഇതാണ് ഒരു ഫാക്ടറിയിൽ ദ വേജസ് ഓഫ് 7 വർക്കേഴ്സ് അല്ലേ. ഒരാഴ്ചയിൽ ഒരു ഫേമിലെ 7 ജോലിക്കാരുടെ വേജസ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി അറേഞ്ച് ദ ഡാറ്റ ഇൻ ടു അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നു. എങ്ങനെ മാറ്റുന്നു? തന്നിരിക്കുന്നതിൽ ചെറിയ നമ്പർ അല്ലെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ മാറ്റുന്നു. അസെൻഡിങ് ഓർഡറിൽ മാറ്റിയതിന് ശേഷം ദെൻ അപ്ലൈ ദ ഫോർമുല. വാട്ട് ഈസ് ദ ഫോർമുല? മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th item. n എന്ന് ഉദ്ദേശിച്ചത് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതിൽ എത്ര നമ്പർ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് n എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ n+1/2th ഐറ്റത്തിൽ n എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് 7 കൊടുത്തു. അപ്പോൾ 7 നൽകുമ്പോൾ 7+1/2th item ദാറ്റ് ഈസ് 8/2 is a 4th item. അപ്പോൾ 4th item 4 അല്ല ആൻസർ, ദ 4th item ആണ് ആൻസർ. ശ്രദ്ധിക്കുക, പലപ്പോഴും കുട്ടികൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദെൻ ദേ ഫൈൻഡ് ഔട്ട് ദ ആൻസർ ജസ്റ്റ് ലൈക്ക് ദിസ് 4. അതല്ല, 4 അല്ല വരുന്നത്, 4th item ആണ് ആൻസർ ആയിട്ട് എഴുതുന്നത്. സോ വി ഐഡൻറ്റിഫൈ ദ 4th item, ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 4th. അപ്പോൾ ഇവിടെ മീഡിയൻ ഈസ് ഈക്വൽ ടു ദ 4th item. എളുപ്പമുള്ളതല്ലേ അല്ലേ? മീഡിയൻ വളരെ എളുപ്പമാണ്. വാട്ട് ഈസ് ദ പ്രൊസീജിയർ? സപ്പോസ് ദ സം ഒബ്സർവേഷൻസ് ആർ ഗിവൺ, then arrange the data into ascending order or descending order. Ascending order or descending order identify. Then identify that number is an that observations are even or odd. Odd ആണോ even ആണോ എന്നുള്ളത് കണ്ടെത്തുക. Then apply the formula n+1/2th item. n+1/2th item എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? എൻ്റെ ഒരു എത്രാമത്തെ ഐറ്റം എന്നുള്ള രീതിയിലുള്ള ആൻസർ കിട്ടും. Then identify that item from the ഒബ്സർവേഷൻസിൽ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടെത്തുക. ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സപ്പോസ് ഇവിടെ നമ്മൾ കണ്ടെത്തിയത് ഓഡ് നമ്പേഴ്സ് ആയിട്ട് തരുമ്പോഴാണ്. ഇനി അടുത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ തന്നു കഴിഞ്ഞാൽ, സപ്പോസ് ദ മീഡിയൻ ഇഫ് ദ നമ്പേഴ്സ് ആർ ഗിവൺ ഇൻ എ ഈവൺ നമ്പേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഈവൺ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഈവൺ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ ഇവിടെ 245, 230, 265, 236, 220, 250 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി അറേഞ്ച് ദ ഡാറ്റ ഇൻ ടു ദ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ 220, 230, 236, 245, 250, 265 എന്നുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതി. ദെൻ എഴുതിയതിന് ശേഷം ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ എത്രയാണ്? ഈവൺ നമ്പറാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? 7 ആയിരുന്നു. ഹിയർ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. അത് ഈവൺ നമ്പറാണ്. അപ്പോൾ ഈവൺ നമ്പർ ആണെങ്കിലും കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? വേറെ പല ടെക്സ്റ്റ് ബുക്കിലും വ്യത്യസ്ത ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക, സെയിം ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th item എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഹിയർ therefore 6+1/2th item that is equal to 7/2 that is equal to 3.5th item അല്ലേ? 3.5ാമത്തെ ഐറ്റം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ 3rd പൊസിഷനിലും 4th പൊസിഷനിലും വരുന്ന നമ്പറാണ്. 3rd പൊസിഷനിലും 4th പൊസിഷനിലും വരുന്നതിൻ്റെ 3.5 അതിൻ്റെ രണ്ടിലും നടുക്ക വരുന്ന 3rdൻ്റെയും 4th-ൻ്റെയും നടുക്ക വരുന്ന നമ്പറാണ്, അല്ലെങ്കിൽ മിഡിൽ മോസ്റ്റ് ഐറ്റമാണ് ഏത് വരുന്നത്? മീഡിയൻ. അപ്പോൾ നമ്മൾ മീഡിയൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ടു ഗെറ്റ് ദ മീഡിയൻ ദ സം ഓഫ് ദ 3rd item ആൻഡ് 4th item want to calculate അല്ലേ? we want to calculate the sum of the 3rd item and 4th item. തന്നിരിക്കുന്നതിലെ identify the 3rd item, first, second, 3rd item. Then identify the 4th item that is equal to 245. Then find out the sum of the 236 and the 245 and divided by 2 അല്ലേ? Find out the average of these two numbers.
ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണുന്നു. എങ്ങനെയാണ് ആവറേജ് കാണുക? തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 236 പ്ലസ് 245 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 240 അല്ലേ? അപ്പോൾ നമുക്ക് 240 എന്നുള്ളത് കിട്ടും. ആ 240 തന്നെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്ര ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ആ ഐറ്റം അല്ല, ആ ഐറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒബ്സർവേഷനാണ് മീഡിയൻ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആ ഒബ്സർവേഷൻ കിട്ടി, ഇത്രാമത്തെ ഐറ്റം എന്നുള്ള 3.5th ഐറ്റം എന്ന് പറയുന്ന ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫൈൻഡ് ഔട്ട് ദ വിച്ച് പൊസിഷൻ അല്ലേ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് ഫോർത്ത് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഇതാണ് ഈവൻ നമ്പറും ഓഡ് നമ്പറിലും മീഡിയൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഇക്വേഷൻ. ഇനി സപ്പോസ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ തന്നെയാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ ശരിക്കും ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഒക്കെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ് ഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ വരുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ വരുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഡിസ്ക്രീറ്റ് സീരീസ് ആകുമ്പോൾ എക്സ് ആൻഡ് എഫ് ഈസ് ദ അല്ലേ, എക്സും എഫും ഇവിടെ തന്നിരിക്കും. എക്സ് ആൻഡ് എഫ് ആർ ഗിവൺ. Then first of all we arrange all this data into ascending or descending order. Ascending orderലോ descending orderലോ തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ മാറ്റണം. അപ്പോൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് we take the frequency corresponding frequency also. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. സപ്പോസ് ഇവിടെ 2 ഇതിൻ്റെ ഫ്രീക്വൻസി 1 എന്നുള്ളതാണ്. ദെൻ 3 തന്നിരിക്കുന്ന ഫ്രീക്വൻസി 2 ആണ്. ദെൻ വീണ്ടും 1 തന്നു, അതിൻ്റെ ഫ്രീക്വൻസി 2 ആണെങ്കിൽ നമ്മൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ആൻഡ് എഫ് ആർ ഗിവൺ, എക്സും എഫും തരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 1 എടുക്കുമ്പോൾ ആ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. ദെൻ സെക്കൻഡ് നമ്പർ അസെൻഡിങ് ഓർഡറിൽ സെക്കൻഡ് നമ്പർ 2 ആണ്, അതിൻ്റെ ഫ്രീക്വൻസി 1, ദെൻ 3യുടെ 2 ആണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഇങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടത്. അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ഇക്വേഷൻ, വിച്ച് ഇക്വേഷൻ? n+1/2th ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ n എന്നുള്ളത് ഡിനോട്ട് ചെയ്തത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഹിയർ ദ n ഡിനോട്ടഡ് ആസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി, സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്. അപ്പോൾ n എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് സം ഓഫ് ദ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. ദെൻ അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നമുക്ക് ഇത് ചെയ്യാം. ഇവിടെ ഒരു അൺഗ്രൂപ്പ്ഡ് നേരത്തെ ഇൻഡിവിജ്വൽ സീരീസിലുള്ള ഒരു പ്രോബ്ലം തന്നു, ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതേ മോഡലൊരു കണക്ക് തന്നിട്ടുണ്ട്. ആ കണക്കിൽ ഇവിടെ നമുക്ക് തേർഡ് അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ 10th ഐറ്റം ആൻഡ് 11th ഐറ്റം, ഇവിടെ മീഡിയൻ വാല്യൂസ് ആയിട്ട് വന്നത് 10th ഐറ്റം ആൻഡ് 11th ഐറ്റം ആണ്. അപ്പോൾ 10th ഐറ്റത്തിൻ്റെയും 11th ഐറ്റത്തിൻ്റെയും ആവറേജ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഹിയർ ദ സൈസ് ഓഫ് ദ ഐറ്റംസ് ആർ ഗിവൺ ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൾസോ ഗിവൺ. അപ്പോൾ 3, 4, 5, 6 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഇത് ഓൾറെഡി ഈ കണക്ക് എന്ത് രൂപത്തിലാണ് കിടക്കുന്നത്? അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് എന്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല, മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലേ നിങ്ങളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം അസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ വേറെ ഇനി അതിന് ചേഞ്ച് ചെയ്യേണ്ട. അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആൾസോ ടേക്കിംഗ് ടു അറേഞ്ച് ഇൻ ടു അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. Therefore here the 3, 4, 5, 6 and frequency are 2, 1, 3, 7, 4. Then find out the cumulative frequency. നമ്മുടെ മീഡിയൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തിയതിന് ശേഷമാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തി. ദെൻ ഇവിടെയുള്ള ഫ്രീക്വൻസിയുടെ സമ്മ തന്നെയാണത് കിട്ടുക. Therefore we apply the equation median is equal to n+1/2th ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഹിയർ n is the sum of the frequency, then 17 + 1/2 that is equal to 18/2. We get the 9th ഐറ്റം. അപ്പോൾ ആ 9th ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് CF എവിടെ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. CF അല്ലേ,
ഐഡൻറ്റിഫൈ ദാറ്റ് 9th ഐറ്റം. 9 എന്ന് പറയുന്ന ഐറ്റം ഇതിൽ വരുന്നുള്ളത് നോക്കാം. ഇതിൽ വരില്ല, 6 ഉള്ളൂ. ഹിയർ ദ 13. അപ്പോൾ ഇതിൻ്റെ അല്ലേ ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ 13 അല്ല പിന്നെ അതിൻ്റെ ആൻസർ വരുന്നത്. അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷനിൽ വരുന്ന നമ്പർ ഏതാണോ ദാറ്റ് നമ്പർ ഈസ് എ മീഡിയൻ. അപ്പോൾ മീഡിയൻ ഡിസ്ക്രിറ്റ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഡിസ്ക്രീറ്റ് സീരീസിൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഒബ്സർവേഷൻസ് ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രോബ്ലം ചെയ്യണം. ദെൻ ദ നെക്സ്റ്റ് വൺ, മീഡിയൻ ഇൻ കണ്ടിന്യൂസ് സീരീസ്. മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി കണ്ടിന്യൂസ് സീരീസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് അല്ലേ. Here the class 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. Then frequency 3, 4, 2, 7 and 9. The sum of the frequency 24. നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയൻ കാണുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n+1/2th ഐറ്റം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ ആണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം n/2 ആണ് ഏറ്റവും ആദ്യം യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാൻ നമ്മൾ n+1/2th ഐറ്റം എന്നതിന് പകരം n/2 ആണ് ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ n/2 n എന്ന് ഉദ്ദേശിച്ചത് സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്. സം ഓഫ് ദ ഫ്രീക്വൻസി. So sum of the frequency in this problem we can see that 25 is the sum of the frequency. Therefore, for finding, first of all we find out the median class. Median class തന്നിരിക്കുന്ന n/2 ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ ക്ലാസ് കണ്ടെത്തണം. ആ മീഡിയൻ ക്ലാസ് കണ്ടെത്താൻ ഫസ്റ്റ് ഓഫ് ഓൾ we apply the n/2, that is 25 divided by 2 is equal to 12.5. അപ്പോൾ 12.5 വരുമ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം എങ്ങനെയായിരുന്നു? ഇങ്ങനെ ക്ലാസ്സും അതേപോലെ തന്നെ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ആ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 12.5 അല്ലെങ്കിൽ 12.5 എന്ന് പറയുന്നത് ഏതിൽ വരുന്നു നോക്കാം. 9ൽ വരില്ല, ഇതിലാണ് വരിക അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് മീഡിയൻ ക്ലാസ് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. മീഡിയൻ ക്ലാസ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് വരുന്നത്. ആ മീഡിയൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ then the next equation for finding the median, that is equal to L1 plus n/2. Here പ്ലസ് ഉള്ളത് ഇവിടെ ഇതിലേക്ക് വരണം. ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് അവിടെ ഒന്ന് ഇതാക്കി വെക്കുക. പ്ലസ് വരുന്നത് ഇവിടെയാണ് വരിക. അപ്പോൾ മീഡിയൻ കാണാൻ L1 plus n/2 minus CF divided by F into C. C അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് H എന്നുള്ള രീതിയിലാണ്. അപ്പോൾ H എന്നുള്ള രൂപത്തിൽ തന്നെ പഠിക്കാം. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതൊന്ന് പറയാം. നമ്മൾ മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ n/2 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. മോഡൽ ക്ലാസ് 12.5 കിട്ടി. ആ 12.5 കിട്ടിയപ്പോൾ മോഡൽ ക്ലാസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വാട്ട് ഈസ് L1? L1 എന്ന് പറയുന്നത് ഇതിലെ മോഡൽ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആണ് 30. Then n/2 we already we find out that is the 12.5. Then CF means the cumulative frequency up to the preceding class. അതായത് നമ്മളിവിടെ തന്നിരിക്കുന്ന മോഡൽ ക്ലാസിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണോ അതിൻ്റെ മുകളിൽ വരുന്ന നമ്പറാണ് നമ്മളിവിടെ CF ആയിട്ട് എടുക്കുന്നത്. Therefore, CF is equal to 9. Then the F is the frequency of the model class. Frequency of the model class. നമുക്കിവിടെ മോഡൽ ക്ലാസ് എന്താ കിട്ടിയുള്ളത്? 30 to 40. ആ 40 ഇതിൻ്റെ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി വന്നിട്ടുള്ള 7 ആണ് F എന്നുള്ള രീതിയിൽ വരുന്നത്. Therefore, F is equal to 7. Then the last one, that is equal to H. H ഇവിടെ തന്നിരിക്കുന്നത് എന്താ? The difference between lower limit and upper limit or the class interval, that is known as the H. It's denoted as H. അപ്പോൾ ഇവിടെ ക്ലാസ് ഇന്റർവെൽ എത്രയാണ്? 10. So that we can find out the median with the help of this formula. Therefore, L1 is equal to 30 plus
n by 2 is equal to 12.5, then CF is equal to 9, then F is equal to 7, and the H is equal to 10. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 30 പ്ലസ് 12.5 മൈനസ് 9 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10 എന്നുള്ള രീതിയിലേക്ക് കിട്ടി. ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ കണ്ടെത്താം. 30 പ്ലസ് 12.5 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരുന്നത്? 2.5 ആണോ? സോറി 3.5 എന്ന് തോന്നുന്നു. 3.5 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 10 എന്നുള്ള രീതിയിലേക്ക് വരുന്നു. Therefore 30 plus 3.5 into 10, 35 divided by 7, that is equal to, we will get the answer 35. അപ്പോൾ 35 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ക്ലാസ്, അതിൻ്റെ ഫ്രീക്വൻസി, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, ദെൻ n/2 കണ്ടെത്തുക. n/2 കണ്ടെത്തുമ്പോൾ നമുക്ക് മോഡൽ ക്ലാസ് കണ്ടെത്താം. ആ മോഡൽ ക്ലാസ്സിൽ നിന്ന് L1, n/2, CF, F ആൻഡ് H എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അപ്ലൈ ദ ഫോർമുല L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു H എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മീഡിയൻ ഇൻ ഇൻക്ലൂസീവ് സീരീസ്. ഇൻക്ലൂസീവ് സീരീസിൽ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മീഡിയൻ കണ്ടെത്താനെന്ന് നോക്കാം. ഇപ്പോൾ ഇൻക്ലൂസീവ് സീരീസിൻ്റെ മോഡൽ നിങ്ങൾക്ക് അറിയാലോ, 5 to 9, 10 to 14 എന്നുള്ള രീതിയിലാണ്. ഇതിനെ എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. വേറെ പ്രശ്നമൊന്നുമില്ല. തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഇൻക്ലൂസീവിൽ തന്നെ വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യരുത്, എക്സ്ക്ലൂസീവിലേക്ക് മാറ്റുക. എക്സ്ക്ലൂസീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ക്ലാസ് എന്നുള്ള രീതി എഴുതുക, ദെൻ ഫ്രീക്വൻസി, ദെൻ അതേപോലെ തന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കൊടുക്കുക. ദെൻ ക്ലാസ് എന്ത് ചെയ്യുന്നു, 4.5 to 9.5, ദെൻ 9.5 to 14.5 എന്നുള്ള രീതിയിൽ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് മോഡലിലേക്ക് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രീക്വൻസി എഴുതുക, കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ മീഡിയൻ നമ്മൾ ഇൻക്ലൂസീവ് സീരീസിൽ തന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് മാറ്റിക്കൊണ്ട് പ്രോബ്ലം ചെയ്യണം. അടുത്ത ഇത് മീഡിയൻ ഇൻ കുമുലേറ്റീവ് സീരീസ്. ഇവിടെ ലെസ് ദാൻ ഉള്ള ഒരു കണക്ക് തന്നിട്ടുണ്ട്, ദെൻ അതിൻ്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാനിൽ തന്ന പ്രോബ്ലത്തെ അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക്, നോർമൽ ഫോമിലേക്ക് നമ്മൾ മാറ്റണം. നോർമൽ ഫോമിലേക്ക് മാറ്റുന്നതിന് 0 to 10, 10 to 20 എന്നുള്ള രീതിയിൽ എഴുതുക. ഫ്രീക്വൻസി ഇതിൽ വരുന്ന ചേഞ്ചസിനെ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. സം ഓഫ് ദ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഈക്വൽ ടു 125 എന്നുള്ളത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 4, 12 അല്ലേ, ഇതിലെ വ്യത്യാസം 12, ദെൻ 24, 36, 20, 16, 8 ആൻഡ് 5. ദെൻ സം ഓഫ് ദ ഫ്രീക്വൻസി സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 125. ഇത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമുക്ക് സാധാരണ നിങ്ങൾ ചെയ്യുന്ന മീഡിയൻ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. മീഡിയൻ ഈസ് ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്യുക, n/2 കണ്ടെത്തുക. അതിനുശേഷം L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു CO HO എന്ത് ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചിട്ട് കണ്ടെത്തുക. അപ്പോൾ ഇതാണ് കുമുലേറ്റീവ് സീരീസ്. ആ കുമുലേറ്റീവ് സീരീസിൽ ലെസ് ദാൻ ടൈപ്പ് തരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ മോർ ദാൻ ടൈപ്പ് വരുമ്പോൾ അതിനെ കണക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് വേറൊരു ടൈപ്പാണ്. ഇത് മോർ ദാൻ അല്ല, ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ആണ്. മോർ ദാൻ നിങ്ങൾക്ക് അറിയാം, അരിത്തമെറ്റിക് മീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ മീഡിയൻ കാണാൻ ആ മോർ ദാൻ പ്രോബ്ലത്തെ എന്ത് ചെയ്യണം, നോർമൽ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് മാറ്റുകയും അതിൻ്റെ n/2 കണ്ടെത്തി L1 പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു C എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എങ്ങനെയായിരിക്കും, ബിലോ 10, അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നവർക്ക് എബൌട്ട് 40 എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ 40 എബോവ് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കും. അപ്പോൾ ഈ ഒരു മോഡലായിരിക്കും ഓപ്പൺ എൻഡ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് വരുമ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യേണ്ട, അത് ബോധമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അത് ബിലോ ആണല്ലോ, ഇത് എബോ ആണല്ലോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ നമ്മൾ CF കണ്ടെത്തിയതിന് ശേഷം n/2 കണ്ടെത്തുക, ദെൻ നോർമൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അല്ലേ.
നോർമൽ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഫൈനലി അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ഇതാണ് ഓപ്പൺ എൻഡ് ക്ലാസ്സസിന് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സപ്പോസ് ദ മിഡ് വാല്യൂസ് ആർ ഗിവൺ. അരിത്മെറ്റിക് മീഡിയൻ കണ്ടെത്താൻ നിങ്ങൾക്ക് മിഡ് വാല്യൂ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ മിഡ് വാല്യൂ ആണ് തന്നത്. സപ്പോസ് ദ മിഡ് വാല്യൂ 5, 15, 25, 35, 45 എന്നുള്ള രീതിയിലുള്ള നമ്പർ തന്നു. ദെൻ അതിൻ്റെ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ക്ലാസ്സിലേക്ക് അതിനെ മാറ്റുക. കാരണം 5 മിഡ് വാല്യൂ വരുമ്പോൾ അതിൻ്റെ ക്ലാസ് എന്തായിരിക്കും? 0 to 10 ആയിരിക്കും. ദെൻ ഫ്രീക്വൻസീസ് 2 അല്ലേ 2, 3, 4, 6 and 5. Then find out the cumulative frequency 2, 5, 9, 15 plus 5, 20 എന്നുള്ള രീതിയിൽ എഴുതുക. Then apply the formula n by 2. Then find out the model class. Then finally apply the equation L1 plus n by 2 minus CF divided by F into C എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ടൈപ്പും കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. നമ്മൾ ഇൻക്ലൂസീവ് കഴിഞ്ഞു, ഓപ്പൺ എൻഡ് ക്ലാസ്സസ് കഴിഞ്ഞു, ദെൻ മിഡ് വാല്യൂ തന്നു കഴിഞ്ഞു. ഇനി അടുത്തൊരു ടൈപ്പ് നിങ്ങൾക്ക് ഉള്ള പ്രോബ്ലം മീഡിയൻ അൺഈക്വൽ ക്ലാസ്സസ്. അൺഈക്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോഡൽ നമുക്കിവിടെ പറയാം. Then 0 to 10, 10 to 20, then 20 to 40, then 40 to 50, then 50 to 70 എന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലാസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവാം. 0 to 10, 10 to 20 ഒക്കെ കുഴപ്പമൊന്നുമില്ല. ദെൻ 20 to 40 ഇവിടെ ക്ലാസ് ഈക്വൽ അല്ല അല്ലേ? ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഈക്വൽ അല്ലാത്ത രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ അല്ലാത്ത രീതിയിൽ വരുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസീസിലൊക്കെ മാറ്റേണ്ട ആവശ്യമില്ല. ഇതേ കണക്ക് തന്നെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസിനെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, n/2 കാൽക്കുലേറ്റ് ചെയ്യുക, അപ്ലൈ ദ ഫോർമുല അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ അത് കണ്ടെത്തുക. അപ്പോൾ മീഡിയൻ നമ്മൾ എല്ലാ ടൈപ്പും നമ്മൾ പഠിച്ചു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസിൽ എന്താ ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്ത ഡാറ്റ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ, ദെൻ അപ്ലൈ n+1/2 ഐറ്റം എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ തന്നെ n+1/2 ഐറ്റം അപ്ലൈ ചെയ്യുക. പക്ഷേ അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും കൂടിയും ഒരുമിച്ച് കൊണ്ടുപോകണം. ദെൻ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് n/2 കാൽക്കുലേറ്റ് ചെയ്യുക. n/2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് മോഡൽ ക്ലാസ് കണ്ടെത്തുന്നു. മോഡൽ ക്ലാസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ദ ഫോർമുല L1 plus n/2 minus CF divided by F into C. ദെൻ നമ്മൾ അൺഈക്വൽ ക്ലാസ്സസ്, ഇൻക്ലൂസീവ് ക്ലാസ്സസ്, ഓപ്പൺ എൻഡ് ക്ലാസ്സസ്, മിഡ് വാല്യൂസ്, കുമുലേറ്റീവ് സീരീസ് ഏത് ടൈപ്പ് തന്നാലും മീഡിയൻ കണ്ടെത്തേണ്ട മേഖല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ we can pass on the next one, that is the some examples are given. ഇവിടെ നിങ്ങൾക്ക് ചില എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതൊന്ന് എഴുതിയെടുത്തേക്കാം. ഇതേ മോഡൽ ഒരു കണക്ക് നിങ്ങൾ ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. ഇത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ചെയ്യുക. <10, <20 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീഡിയന് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ the last topic of the median, that is the merit and demerit or advantages and disadvantages of median. അപ്പോൾ ഇതിൽ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പോയിന്റുകളൊന്ന് നോക്കാം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മീഡിയൻ. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ അരിത്മെറ്റിക് മീൻ പറഞ്ഞതുപോലെ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ദ എക്സ്ട്രീം വാല്യൂ ഡു നോട്ട് ഹാവ് എനി ഇമ്പാക്ട്. അരിത്മെറ്റിക് മീനിലുള്ളൊരു പ്രത്യേകത, എക്സ്ട്രീം വാല്യൂസ് അതിന് ഇൻഫ്ലുവൻസ് ചിലപ്പോൾ ചെയ്യും. അതിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൃത്യത ഇല്ലാത്തൊരു ആൻസർ കിട്ടാൻ ചിലപ്പോൾ എക്സ്ട്രീം വാല്യൂസ് ഒക്കെ തന്നു. പക്ഷേ മീഡിയനിൽ എന്തില്ല, എക്സ്ട്രീം വാല്യൂ തന്നാലൊന്നും കുഴപ്പമില്ല. അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മാറ്റിയിട്ട് n+1/2 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താം. ദെൻ ക്യാൻ ബി കാൽക്കുലേറ്റ് ഈവൻ ഇഫ് ദ വാല്യൂ ഓൾ ദ ഒബ്സർവേഷൻ ആർ നോട്ട് നോൺ ഓർ ദ ഡാറ്റ ആർ ഓപ്പൺ എൻഡ് ക്ലാസ് ഓപ്പൺ എൻഡ് ക്ലാസ്സസോ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയൻ കണ്ടെത്താൻ എളുപ്പമാണ്. Used for measuring the qualities and factors which are not quantifiable, like find the average intelligence among the group of people. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയൊക്കെ
എന്താ നമുക്ക് ആവറേജ് കണ്ടെത്താൻ എളുപ്പമല്ല. ഇവിടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നമുക്ക് കണ്ടാൽ അവരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് വരുത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് മീഡിയൻ കണ്ടെത്തി കൊടുക്കാൻ എളുപ്പമാണ്. ദെൻ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഡിറ്റർമിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മീഡിയൻ കണ്ടെത്താം. അപ്പോൾ മീഡിയൻ കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻ മീഡിയൻ കനോട്ട് ബി ഡിറ്റർമിൻഡ് എക്സാക്ട്ലി. ഇനി ഈവൻ നമ്പേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് നമ്പർ നമുക്കറിയാം. ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് ഐറ്റം പ്ലസ് അത് ആ 2 ഐറ്റം തമ്മിലുള്ളതിൻ്റെ ആവറേജ് കണ്ടിട്ടാണ് നമ്മൾ മീഡിയൻ കണ്ടെത്തുന്നത്. ദെൻ നോട്ട് അമിനബിൾ ഫോർ ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. മറ്റ് കാൽക്കുലേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മെഷേഴ്സോ ഡിസ്പേർഷനോ കോറിലേഷനോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മീഡിയൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല. ദെൻ നോ ബേസ്ഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ. തന്നിരിക്കുന്ന എല്ലാ ഒബ്സർവേഷനെയും അത് പരിഗണിക്കുന്നില്ല. കാരണം അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് എന്തിലുണ്ട്, അരിത്തമെറ്റിക് മീനിലുണ്ട്. മീഡിയൻ ആണെങ്കിൽ ഇതിലുള്ള യാതൊരുവിധ ഇമ്പാക്റ്റ്, തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിലില്ല. ഇറ്റ്സ് എ പൊസിഷണൽ. ദെൻ മീഡിയനോട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് പാർട്ടീഷൻ വാല്യൂസ് ഓർ പാർഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ സീരീസ് ഇൻ ടു ഈക്വൽ പാർട്സ് ഇറ്റ് ഈസ് നോൺ ആസ് പാർഷ്യൽ വാല്യൂസ്. തന്നിരിക്കുന്ന ഡാറ്റകളെ നമുക്ക് വാല്യൂസിനെ ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ഇതെന്ന് പറയുന്നത് പാർഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത്. ആ പാർഷ്യൽ വാല്യൂസ് തന്നിരിക്കുന്ന ഒബ്സർവേഷനെ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നുവെങ്കിൽ അതിനെ ക്വാർട്ടൈൽസ് എന്നും, 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എങ്കിൽ ഡിസൈൽസ് എന്നും, 100 ഈക്വൽ പാർട്സുകളാക്കി മാറ്റുന്നത് പെർസെൻറ്റൈൽസ് എന്നും പറയും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. ക്വാർട്ടൈൽസ് പറഞ്ഞു, ദ ഒബ്റ്റൈൻഡ് വാല്യൂസിനെ, വാല്യൂസ് ഓഫ് ദ സീരീസിനെ 4 ഈക്വൽ പാർട്സുകളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. മീഡിയൻ ഡിവൈഡ് ദ ഡാറ്റ ഇൻടു 2 പാർട്സ് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മീഡിയൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂസിനെ 2 ഈക്വൽ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് മീഡിയൻ എന്ന് പറയുന്നത്. സിമിലർലി there are quartiles, there are 3 quartiles, അത് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, Q1, Q2 ആൻഡ് Q3 എന്നുള്ളത് 4 ഭാഗങ്ങളാക്കി മാറ്റുന്നു. അതിൽ നമുക്ക് ഇവിടെ പഠിക്കുന്നത് Q1, Q2 ആൻഡ് Q3 എന്നുള്ളത്. Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ, ദെൻ Q2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈൽ ആൻഡ് Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ ആണ്. ഈ Q2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈൽ എന്തിന് തുല്യം തന്നെയാണ്, മീഡിയൻ എന്ന് പറയുന്ന ഒബ്സർവേഷന് തുല്യമാണ്. നമുക്കിവിടെ നോക്കാം. ദ ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 ഡിവൈഡ് ദ ഡാറ്റ ഇൻടു 2 പാർട്സ് such that 25%, that is the quarter of the observations, are less than it and 75% more than it. നമ്മൾ ഒരു ക്വാർട്ടൈൽസിനെ, നമ്മൾ ഒരു വാല്യൂസിന്, ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് അടുത്തത് കാണാം. ഇപ്പോൾ ഇവിടെയുള്ള ഒരു വാല്യൂസിനെ ഇതിനെ 4 ഈക്വൽ പാർട്സുകളാക്കി മാറ്റുന്നതാണ് 1, 2, 3, 4 എന്ന് പറയുന്ന 4 ഈക്വൽ പാർട്സുകളാക്കി മാറ്റുന്നതാണ് ഏതെന്ന് പറയുന്നത്, ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് Q1, ഇത് Q2, ദെൻ ഇത് Q3 എന്നുള്ളത്. അങ്ങനെ തന്നിരിക്കുന്ന സീരീസിനെ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നത് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നു. ആ ക്വാർട്ടൈൽസിൽ Q1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് 25%, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 75% ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 ഡിവൈഡ് ദ ഡാറ്റ ഇൻടു 2 പാർട്സ് such that 25% quarter of the observation are less than it. ഇവിടെ പറയുന്ന Q1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഈ ലെസ് ദാൻ, ഇതിൻ്റെ ഈ സൈഡിൽ 25% ഉണ്ടായിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് 75% ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ദ നെക്സ്റ്റ് ഇൻഫർമേഷൻ പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ക്വാർട്ടൈൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സെക്കൻഡ് ക്വാർട്ടൈൽ എന്തിന് തുല്യമാണ്, സെയിം ആസ് മീഡിയന് തുല്യമാണ്. ദെൻ തേർഡ് ക്വാർട്ടൈലിന്റെ പ്രത്യേകത, ഇപ്പൊ നമ്മൾ ഇതിൽ Q3 എന്നുള്ള രീതിയിൽ പറഞ്ഞു. തേർഡ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്
such that the 75% of observations are less than it and 25% is more than it. നമ്മൾ ഇവിടെ Q3 എന്ന് പറയുന്ന ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 25%ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 75%ഉം അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, Q1 and Q3 are defined as the value corresponding to the observations are given. അതിൽ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ലോവർ ക്വാർട്ടൈൽ അതായത് Q1 കണ്ടെത്താൻ n+1/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഏതില്? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അപ്പോൾ ഈ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഇപ്പോൾ ഇതിൽ രണ്ടെണ്ണം നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും ലോവർ ക്വാർട്ടൈൽ എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള ഇക്വേഷൻ n+1/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ ആയിട്ട് വരുമ്പോൾ n/4 അപ്ലൈ ചെയ്യുക. ദെൻ മീഡിയൻ കണ്ടെത്താൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇത് മീഡിയൻ നമ്മൾ കണ്ടെത്താൻ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി പറയാണ്. മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2 ഐറ്റം ആണ്. ദെൻ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ n/2 എന്ന് പറയാം. ദെൻ Q3 കണ്ടെത്താൻ 3 into n+1/4 ഐറ്റം ആണ് Q3 കണ്ടെത്താൻ. അതേപോലെ തന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റ കണ്ടിന്യൂസ് സീരീസിലുള്ള ഇക്വേഷൻ 3 into n/4 ഐറ്റം എന്നുള്ളതാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാഫ് ഒന്ന് നോക്കാം. ആ ഗ്രാഫിൽ ഇവിടെ 4 ഭാഗങ്ങളാക്കി. ഇവിടെ 25 ഒരു വാല്യൂസിനെ അല്ലെങ്കിൽ ഒബ്സർവേഷനെ ഈക്വൽ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ, ഇത് Q2 എന്ന് പറയുന്നത് മീഡിയൻ, ദെൻ Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ 25 ഈക്വൽ പാർട്ടുകളാക്കി മാറ്റുക. അപ്പോൾ 50-50 ആക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 50, ഇവിടുന്ന് ഇങ്ങോട്ട് 50 ആണെങ്കിൽ മീഡിയൻ, ഇവിടുന്ന് ഇങ്ങോട്ട് 25, ഇവിടുന്ന് ഇങ്ങോട്ട് 75 ആണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടൈൽ, ഇവിടുന്ന് ഇങ്ങോട്ട് 75, ഇവിടുന്ന് ഇങ്ങോട്ട് 25 ആണെങ്കിൽ ഏതാണ്? Q3 ആണ്. ഇനി അത് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ Q1 and Q3 കണ്ടെത്തുന്നത് നോക്കാം. അത് when the numbers are odd numbers, അല്ലെ ഓഡ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണണം? അപ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. 2, 4, 6 ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാം. therefore എത്ര നമ്പേഴ്സ് ഉണ്ട് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ 11+1/4 എന്ന് പറയുന്നത് 12/4, ദാറ്റ് ഈസ് ഈക്വൽ ടു തേർഡ് ഐറ്റം. അപ്പോൾ തേർഡ് ഐറ്റം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഒബ്സർവേഷൻ അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ എന്നുള്ളത് നോക്കണം ഏറ്റവും ആദ്യം. എന്നതിന് ശേഷം ചേഞ്ച് ദ ഡാറ്റ. അപ്പോൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ചേഞ്ച് ദ ഡാറ്റ ഇൻടു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ തേർഡ് ഐറ്റം എന്നുള്ളത് രീതിയിൽ 6. therefore Q1 is equal to 6 എന്നുള്ള രീതിയിൽ വരുന്നു. ദെൻ ഇതിൻ്റെ Q3 കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ Q3 കണ്ടെത്താൻ Q3 is equal to 3 into n+1/4 അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ? 3 into ഇവിടെ നേരത്തെ നമുക്ക് ഇവിടെ തേർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ അത് ഇങ്ങനെ തന്നെ എഴുതാം. 12/4 is equal to 3 into 3, that is equal to 9th item. അപ്പോൾ 9th item ഇവിടെ തന്നിരിക്കുന്ന 9th item നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 9th item. അപ്പോൾ Q3 is equal to 18. ഇതാണ് Q1 ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഇഫ് ദ നമ്പേഴ്സ് ആർ ഇൻ ദ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഈ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇനി ഈവൺ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ നോക്കാം. ഈവൺ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഈവൺ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റേനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റണം. അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയതിന് ശേഷം അങ്ങനെ 120, 132 എന്നുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ Q1 കണ്ടെത്താനുള്ള ഇക്വേഷൻ n+1/4 എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുന്നു.
അപ്പോൾ n+1/4 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 10 ആണ്. കാരണം ഇവിടെ ഈവൺ നമ്പേഴ്സ് ആണ്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 10 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ therefore നമുക്കിവിടെ n എന്നുള്ളത് 10 കൊടുത്തു. അപ്പോൾ 10 + 1/4 that is equal to 11/4. 11/4 is equal to 2.75 അല്ലേ? 5th ഐറ്റം എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് Q1 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കരുത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ കറക്റ്റ് വാല്യൂ എത്രയെന്ന് കണ്ടെത്തണം. ആ കറക്റ്റ് വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ 2.75 എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽ ഏരിയ എന്ന് പറയുന്നത് സെക്കൻഡ് ഐറ്റം പ്ലസ് ബാക്കി ഇതിൽ എത്രയുണ്ടെന്ന് നോക്കുക. ബാക്കി ഇതിൽ എത്രയുണ്ട്? 0.75 ബാക്കിയുണ്ട്. അപ്പോൾ 0.5 ഇൻറ്റു തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഇവിടെ 2.75 എന്നുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ 2.75 എന്നുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഐറ്റം പ്ലസ് 0.75 റിമൈനിങ് ഇതിലുണ്ട്. അപ്പോൾ 0.75 ഇൻറ്റു തേർഡ് ഐറ്റം. അപ്പോൾ ഈ 0.75 ഏതിലേക്കാണ് കൂടുതൽ ഒന്നുകൂടിയും എന്താണ് ബയസ് ഉള്ളത്? തേർഡിൻ്റെ ഐറ്റത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ തേർഡ് ഐറ്റം മൈനസ് സെക്കൻഡ് ഐറ്റം ഇൻറ്റു 0.75 ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നതിൽ 132 ആണ്. 132 പ്ലസ് 0.75 ഇൻറ്റു തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 132 മൈനസ് സെക്കൻഡ് ഐറ്റം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇത് രണ്ടും ഓക്കെ 155 മൈനസ് 132 is equal to 23 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മളിത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 149.25 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഇതാണ് Q1 കണ്ടെത്താൻ ഈവൺ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ Q3 നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൂടി നോക്കാം. Q3യിൽ 3 ഇൻറ്റു n+1/4 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് പ്രകാരം നമുക്ക് 8.25 അല്ലേ 25th ഐറ്റം കിട്ടി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 8th ഐറ്റം പ്ലസ് എത്ര റിമൈനിങ് ഉണ്ട്? 0.25. അപ്പോൾ 0.25 ഇൻറ്റു 9th ഐറ്റം മൈനസ് 8th ഐറ്റം. അപ്പോൾ അത് അതിനനുസരിച്ച് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 170 പ്ലസ് 0.25 ഇൻറ്റു 9th ഐറ്റം 174 മൈനസ് 170 കിട്ടുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 171 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഇതാണ് ക്വാർട്ടൈൽസ് ഇൻ്റെ Q1 ആൻഡ് Q3 നമ്മൾ ഇതിലെ ഈവൺ നമ്പറും ഓഡ് നമ്പറിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്തത് ക്വാർട്ടൈൽസ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ എക്സ് ആൻഡ് എഫ് ആർ ഗിവൺ അല്ലേ? എക്സ് എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും നമുക്ക് നൽകും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് ഔട്ട് ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. കുമുലേറ്റീവ് ഫ്രീക്വൻസി 2 5 10 20 25 28 30 ഇതിങ്ങനെ സക്സസീവായിട്ട് ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ആഡ് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 30 എന്ന് കിട്ടും. അപ്പോൾ ആ 30 ആണ് ഇവിടെ n എന്ന് പറഞ്ഞത്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഫ്രീക്വൻസി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സം ഓഫ് ദ ഫ്രീക്വൻസി. Therefore n+1/4 is equal to 30 + 1/4. 30 + 1/4 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്? 7.75 അല്ലെങ്കിൽ 7/5 ഐറ്റം 7.75 ഐറ്റം എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പോൾ 7.75 ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 7.75 ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ 2-ൽ പറ്റില്ല, 5-ൽ പോസിബിൾ അല്ല, ഇത് ഇവിടെ 10-ൽ പോസിബിൾ ആണ്. അപ്പോൾ 10 അല്ല Q1 എന്നുള്ളത് എടുക്കുക. ആ 10-നെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് എത്രയാണോ ആ എക്സ് ആണ് ഇവിടെ Q1 ആയിട്ടിരിക്കുന്നത്. Therefore Q1 is equal to 30 എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇനി Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഇൻറ്റു n+1/4 അപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു n+1/4 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു
30 plus 1/4 that is equal to 23.25. ഞാൻ അതിൻ്റെ ഫർദർ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ 23.25. ആ 23.25 ഇതിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏത് നമ്പറിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു നമ്പറിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. 23.25. അപ്പോൾ 23.25 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലായതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് എത്രയും നോക്കുക. ദാറ്റ് ഈസ് ദ 50 ഈസ് ദ Q3 എന്നുള്ളത്. അപ്പോൾ Q3 50 ആൻഡ് Q1 എന്നുള്ളത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? Q1 നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എത്രയായിരുന്നു? നേരത്തെ 30 എന്നുള്ള നമ്പേഴ്സാണ്. എനിവേ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും Q3 അല്ലെങ്കിൽ Q3 ആൻഡ് Q1 ക്വാർട്ടൈൽസ് കാൽക്കുലേറ്റ് ചെയ്യൽ. ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് Q3 ആൻഡ് Q1 കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് സീരീസിലുള്ള ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് സീരീസിലെ പ്രോബ്ലം 0 to 10, 10 to 20 എന്നുള്ള രീതിയിൽ കൊടുത്തു. ഇറ്റ്സ് ഫ്രീക്വൻസി ആൾസോ ഗിവൺ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് ഔട്ട് ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി. Just like successive adding the frequency 16, 30, 53, 70, 77, 80. Just like we find out the cumulative frequency, then apply the equation. First of all, we apply the equation for finding the Q1. We apply the equation Q1 is equal to n/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. n/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തു. n/4 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഹിയർ ദ n is equal to the sum of the frequency. n എന്ന് പറയുന്നത് sum of the frequency ആണ്. sum of the frequency 80 ആണ്. Therefore 80 divided by 4 is equal to 20th item. അപ്പോൾ 20th item എന്ന് പറയുന്നത് ഇതിൽ ഏത് ക്ലാസ്സിൽ ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. 20th ഐറ്റം എന്ന് പറയുന്നത് 20 ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ആ 20 എന്ന് പറയുന്ന നമ്പർ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിൽ പോകുന്നു? ഇതിലല്ല വരിക. അപ്പോൾ ഇതിൽ വരുമ്പോൾ അതിന് നേരെ വരുന്ന മോഡൽ ക്ലാസ് അല്ലേ, Q1ൻ്റെ മോഡൽ ക്ലാസ് കണ്ടെത്തി. അപ്പോൾ മോഡൽ ക്ലാസ് 10 to 20 എന്നുള്ള രീതിയിലേക്ക് മോഡൽ ക്ലാസ് വന്നു. ആ മോഡൽ ക്ലാസ് വന്നു കഴിഞ്ഞാൽ ദെൻ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ഇക്വേഷൻ മീഡിയൻ കാൽക്കുലേറ്റ് എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ. ആ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്ത അതേ ഇക്വേഷൻ സൈഡ് തന്നെയാണ്. n/2 പകരം n/4 Q3 ആണെന്നുണ്ടെങ്കിൽ 3 into n/4 മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടോട്ടൽ Q1 കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് Q1 is equal to L1 plus n/4 minus CF divided by F into H അല്ലെങ്കിൽ HI എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ L1 തന്നിരിക്കുന്നതിലെ ലോവർ ലിമിറ്റ് 10, ദെൻ CF 16, ദെൻ F 14, H എന്ന് പറയുന്നത് 10. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാം. Therefore 10 plus n/4 that is equal to 20 minus CF is equal to 16. Then ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 plus 40 divided by 14 is equal to 12.86 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇത് തന്നെയാണ് Q1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. അപ്പോൾ Q1ൻ്റെ വാല്യൂ 12.86. ദെൻ Q3 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Q3 കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ വി അപ്ലൈ ദ ഇക്വേഷൻസ് 3n/4. നമ്മളിവിടെ n/4 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ n/4 പകരം 3 into n/4 അപ്ലൈ ചെയ്യാം. 3 into n/4 എന്ന് പറയുമ്പോൾ 240 divided by 44 that is equal to 60 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. അപ്പോൾ 60 എന്ന് പറയുന്ന നമ്പർ ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതിൽ ഉൾക്കൊള്ളുന്നു? ഇതിൽ പറ്റില്ല, ഏതിലെ ഉൾക്കൊള്ളുന്നുള്ളൂ? ഈ നമ്പറിലാണ് ഉൾക്കൊള്ളുക 60. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് നോട്ട് ചെയ്തു. ആ ക്ലാസ് നോട്ട് ചെയ്തപ്പോൾ എത്ര? 30 to 40 എന്ന് പറയുന്ന ക്ലാസ്സാണ് വരുന്നത്. അപ്പോൾ അതിലെ നമ്മൾ ഏതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം? L1, അതേപോലെ തന്നെ CF, F, HI എന്നുള്ള രൂപത്തിൽ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ L1 അതിൻ്റെ ലോവർ ലിമിറ്റ് 30, ദെൻ CF എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണോ മോഡൽ ക്ലാസ് കിട്ടിയുള്ളത് ആ മോഡൽ ക്ലാസ്സിൻ്റെ മുകളിൽ വരുന്ന നമ്പറാണ് CF എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ CF എന്നുള്ള രീതിയിൽ കൊടുത്തു.
അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 പ്ലസ് n/4 60 മൈനസ് CF 53, then F is equal to 17, H is equal to 10. ആൻസർ ഒക്കെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? Q3 is equal to 34.12 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ Q3യും അതേപോലെ തന്നെ Q1ഉം ഒക്കെ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ്. ക്വാർട്ടേഴ്സ് ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ n/4 അപ്ലൈ ചെയ്തതിന് ശേഷം n/4 ഈ Q1 കണ്ടെത്താനാണെങ്കിൽ n/4, Q3 ആണ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു n/4 അല്ലെങ്കിൽ 3n/4 എന്നുള്ളത് അപ്ലൈ ചെയ്യാതിൽ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ ഇവിടെ L1 പ്ലസ് J എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ 1 കൊടുത്താൽ മതി, 2 ആണെങ്കിൽ 2n കൊടുക്കുക. 2ൻ്റെ ആവശ്യമില്ല, n/2 ആണ് വരികയുള്ളൂ. ദെൻ തേർഡ് ക്വാർട്ടൈലാണെങ്കിൽ 3 ഇൻറ്റു n/4 അപ്ലൈ ചെയ്യുന്നിട്ട് ഇക്വേഷൻ കണ്ടെത്തുക. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് പേഴ്സൻറ്റൈൽസ് എന്ന് പറയുന്നതാണ്. പേഴ്സൻറ്റൈൽസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ അല്ലെങ്കിൽ വാല്യൂസിനെ നമ്മൾ 100 ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 100 ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? പേഴ്സൻറ്റൈൽസ് എന്ന് പറയുന്നത് 100 ഈക്വൽ പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇക്വേഷൻസുകളൊന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഇത് കണ്ടിന്യൂസ് സീരീസിലുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. ഇൻഡിവിജ്വൽ സീരീസിലാണെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റൈൽസ് P1 ഈസ് ഇക്വൽ ടു, ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ n+1/100 അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡാറ്റ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റിയിട്ടാണ് ഇത് കണ്ടെത്തേണ്ടത്. ദെൻ ഇനി നിങ്ങൾക്ക് P50 ആണ് കാണാൻ ചോദിച്ചതെന്നുണ്ടെങ്കിൽ 50 ഇൻറ്റു n+1/100 അപ്ലൈ ചെയ്യും. ക്ലിയർ? ഇത് ഒക്കെ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടത്. ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ n എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ n എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഇത് വ്യത്യാസം മനസ്സിലാക്കണം. ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ n ഡിനോട്ടഡ് ആസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി ആണ്. ഇനി പേഴ്സൻറ്റൈൽസ് കണ്ടെത്താൻ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ P1 ഈസ് ഇക്വൽ ടു n/100 ചെയ്യുക. 100 ചെയ്തതിന് ശേഷം ഇക്വേഷൻ എന്താ അപ്ലൈ ചെയ്യുക? L1 പ്ലസ് n/100 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു HI. ഇത് P1 കണ്ടെത്താൻ. ഇനി P50 P40 P30 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബോർഡിൽ തന്നിരിക്കുന്ന പോലെ എഴുതുക. PJ ഈസ് ഇക്വൽ ടു L1 പ്ലസ്, ഇനി 50 ആണെങ്കിൽ 50 n/100 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു HI എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ J എന്നുള്ളത് ഡിനോട്ട് ചെയ്തത് നിങ്ങൾക്ക് പേഴ്സൻറ്റൈൽസ് 40 50 60 90 ഏത് തരികയാണെങ്കിലും ആ നമ്പേഴ്സ് കൂടെ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ? ദെൻ ദ നെക്സ്റ്റ് വൺ ഡിസൈൽസ് ആണ്. ഡിസൈൽസ് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നിരുന്നാലും ഒന്നും കൂടി പറയാം. ഡിസൈൽസ് ആണ്. ഡിസൈൽസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്തായിരുന്നു? ദ വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ ദ സീരീസ് ഡിവൈഡഡ് ഇൻടു 10 ഈക്വൽ പാർട്സ്. നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ദ വാല്യൂ സീരീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? 10 ഈക്വൽ പാർട്സുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡിസൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൽസ് ഇൻഡിവിജ്വൽ സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൽ D1 ആണ്. D1 ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ n+1/10 അപ്ലൈ ചെയ്യാം.
ഇത് ഇൻഡിവിജ്വൽ സീരീസിലാണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഡിനോട്ടഡ് ആസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്, ബട്ട് n ഡിനോട്ടഡ് ആസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി. ദെൻ D9 ആണ് നിങ്ങളോട് ചോദിച്ചെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ 9 ഇൻറ്റു n+1/10 ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ n ഡിനോട്ടഡ് ആസ് ദ സം ഓഫ് ദ ഫ്രീക്വൻസി. ഇൻഡിവിജ്വൽ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ്? n ഡിനോട്ടഡ് ആസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദെൻ കണ്ടിന്യൂസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ D1 കാൽക്കുലേറ്റ് ചെയ്യാൻ n/10 അപ്ലൈ ചെയ്യാം. n/10 അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മോഡൽ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ L1 പ്ലസ് n/10 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു HI എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. D9 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ D9 D2 D3 ഏത് വേണമെങ്കിലും കാണാത്ത ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 9 ഇൻറ്റു n/10 എന്നുള്ളത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലൊക്കെ നോക്കി മോഡൽ ക്ലാസ് കണ്ടെത്തിയതിന് ശേഷം L1 പ്ലസ് 9 n/10 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു C അല്ലെങ്കിൽ HI എന്നുള്ള ഇക്വേഷനിൽ പോവാം. ഞാൻ C എന്ന് കൊടുക്കാം, ചിലപ്പോൾ H എന്ന് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്വേഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡിസൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മീൻ മീഡിയൻ മോഡിലെ മീഡിയൻ എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി മീഡിയൻ, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് നമ്മൾ നോക്കി. ദെൻ മീഡിയനോട് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള പൊസിഷണൽ ആവറേജസ് ആയിട്ട് വരുന്ന ബാക്കിയുള്ളതാണ് പാർഷ്യൽ വാല്യൂസ് ഓർ പാർട്ടീഷൻ വാല്യൂസ്. പാർട്ടീഷൻ വാല്യൂസിൽ കോട്ടൈൽസ് തന്നെ ഏതൊക്കെയുണ്ട്? Q1 Q3 എന്ന് പറയുന്ന 2 കോട്ടൈൽസ് ഉണ്ട്. ഫസ്റ്റ് കോട്ടൈൽ ആൻഡ് തേർഡ് കോട്ടൈൽ. Then deciles equal the number of observation series are divided into 10 equal parts. അപ്പോൾ അതിനെ D1 D2 D3 എന്നൊക്കെയുള്ള രീതിയിൽ D9 വരെ എന്നൊക്കെയുള്ള രീതിയിലുണ്ട്. ദെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ദ സീരീസ് ഡിവൈഡഡ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ്. ആ 100 ഈക്വൽ പാർട്സിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദി ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ മോഡ് എന്ന് പറയുന്നതാണ്. മോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ.